ഹായ് ഫ്രണ്ട്സ്, പോട്ടാണ് ഉണ്ടാക്കുന്നത്. കുപ്പി വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, മോൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഒരു മനോഹരമായിട്ടുള്ളൊരു ഷേപ്പോട് കൂടിയുള്ളൊരു ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിൽ കിട്ടി. അപ്പോൾ അതിൽ നിന്നും വളരെ മനോഹരമായിട്ടുള്ളൊരു ഫ്ലവർ പോട്ടാണ് ചെയ്യുന്നത്. മിറർ വർക്കാണ് അതിൽ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഒരു ഷേപ്പ്, ഈ ഒരു ബോട്ടിൽ, പല ഷേപ്പിലെ ബോട്ടിലുകൾ നമ്മളെ മുമ്പിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ ഒരു വഴിയരികിൽ നിന്ന് കിട്ടുന്ന നല്ലൊരു പ്രത്യേക ഒരു ഷേപ്പോടുകൂടിയുള്ളൊരു ബോട്ടിലാണ്. പല ഷേപ്പിലെ ബോട്ടിലുകൾ നമുക്ക് കിട്ടും. അപ്പം പല സൈസ് പല മോഡലിലെ പോട്ടുകൾ നമുക്ക് പല വർക്കുകളോടുകൂടി നമുക്ക് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഇതും അതേപോലെയാണ്. അതിൻ്റെ ഒരു കണ്ടില്ലേ, ഒരു റൗണ്ട് ഷേപ്പ്, നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കണ്ടപ്പം. അതാ ഞാൻ എടുത്തുകൊണ്ട് വരുന്നത്. നമ്മൾ വഴിയരിൽ ഇതുപോലെ മിനറൽ വാട്ടർ വരുന്ന ചെറിയ ബോട്ടിലുകളുണ്ട്. പല ഷേപ്പിലെ ബോട്ടിലുകൾ കാണുമ്പം തന്നെ ഇത് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവുക ഇങ്ങനെ അത് ചെയ്തെടുക്കാമെന്നുള്ളത്. അത് പ്രത്യേക പ്രാക്ടീസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കട്ട് ചെയ്ത് അപ്പം അങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. നല്ലൊരു പ്രത്യേക ഷേപ്പില്ലേ ഇത്, റൗണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, റൗണ്ട് ഷേപ്പ് വരുന്നൊരു ബോട്ടിൽ. ആ ഒരു ബോട്ടിലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തിൻ്റെ ആ ഒരു അടപ്പ് ഭാഗം നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയാണ്. കട്ട് ചെയ്ത് കളയുമ്പം ഉണ്ടല്ലേ, കട്ട് ചെയ്ത് കളഞ്ഞാൽ ഏറ്റവും ആ ഒരു ടോപ്പ് ഭാഗത്തിൻ്റെ ആ ഒരു സാധനം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് ഏറ്റവും മുകളിൽ കണ്ടില്ല ആ ഒരു ഷേപ്പ് വരുന്ന പോർഷൻ മാത്രം വെച്ചിട്ട് ബാലൻസ് കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയെന്ന് വെച്ചാൽ ചെറിയൊരു ബൗളാണ്. അതിലോട്ട് ആ ഒരു താഴത്തെ പോർഷൻ ഒട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കറക്റ്റ്ലി പറയുകയാണെങ്കിൽ കണ്ടില്ലേ, അത് എടുക്കുമ്പോഴത്തേക്ക് കണ്ടില്ലേ സൂപ്പറായിട്ടുള്ളൊരു പോട്ടായി കഴിഞ്ഞ്. നമ്മൾ കണ്ടില്ലേ നല്ല മനോഹരമായിട്ടുള്ളത്. എനിക്ക് വളരെ ഭംഗി, ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ പ്രത്യേകത. മറ്റ് ഉള്ള ബോട്ടിലുകൾ എല്ലാം ഞാൻ ഇതുപോലെ പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റൗണ്ട് ഒരു പ്രത്യേക ഭംഗിയായിട്ട് തന്നെ തോന്നി. നമ്മൾ വാങ്ങിച്ചെടുക്കുന്നതിൽ നല്ല മനോഹരമായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇനിയെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് B7000 എന്നൊരു ഗം തന്നെയാണ് കേട്ടോ, സൂപ്പർ ഗം തന്നെയാണ്. നമുക്കിതുപോലെ പല ബോട്ടിലുകളും നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് അതിൽ തന്നെ ഓൾറെഡി ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാമെങ്കിൽ അത്രയും ഭംഗിയായിരിക്കും. നമുക്ക് വേണ്ടുന്ന കളറെല്ലാം കൊടുത്ത് അതിൽ വേണ്ടുന്ന ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് അങ്ങ് ബ്ലാക്ക് ആക്കാമെന്ന് വെച്ച്, കാരണം ഞാൻ കുറേ മിറർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മിറർ വർക്ക് ചെയ്യുമ്പോൾ ബ്ലാക്ക് സർഫേസ് ആകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു എടുപ്പായിട്ട് തോന്നും. ഇതെന്ന് വെച്ചാൽ ഗോൾഡൻ 3D ആണ്. അത് ഡ്രസ്സിൽ ചെയ്ത് ഫാബ്രിക്കിലാണ്. പക്ഷേ നമുക്ക് എവിടെ വേണമെങ്കിലും ആ ഗോൾഡൻ 3D ചെയ്യാം. അപ്പോൾ ഏറ്റവും ആ ഒരു റൗണ്ട് ഷേപ്പുള്ള ഭാഗത്ത് അത് കംപ്ലീറ്റ് അതായത് മിറർ വർക്ക് ചെയ്യാത്ത രീതിയിൽ ഞാൻ വെറുതെ ഡിസൈൻ ചെയ്തതേ ഉള്ളൂ ആ ഒരു 3D വെച്ച്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു B7000 എന്നൊരു ഗം കൊണ്ട് ഡിസൈൻ ചെയ്താലും മതി. കണ്ടില്ലേ, അത് ഡിസൈൻ ചെയ്ത് വെച്ച് കളർ ചെയ്ത് വെച്ചപ്പോൾ ആ ബ്ലാക്ക് കളർ കൊടുത്തപ്പോൾ തന്നെ ഓൾറെഡി ആ ഒരു ബോട്ടിലേ അല്ലെന്ന് തന്നെ തോന്നത്തക്ക വിധത്തിൽ അത് ആയിക്കഴിഞ്ഞെന്നുള്ളതാണ്. ഇനി അതിലെല്ലാം ഈ മിറർ വർക്കാണ് ചെയ്യാൻ പോണത്. മിറർ ബ്ലാക്ക് സർഫേസ് ആവുന്ന, വേറെ ഏത് കളർ വേണമെങ്കിലും ഡാർക്ക് കളർ, അതായത് മിറർ വർക്ക് ആവുന്നതുകൊണ്ട് കുറച്ച് ഡാർക്ക് കളർ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലൊരു എടുപ്പ്, നല്ലൊരു എഫക്റ്റീവ് ആയിട്ട് തോന്നണമെങ്കിൽ അതായിരിക്കാം. ഇത് ബ്ലാക്ക് കളർ കൊടുത്ത് എന്നിട്ട് അതിൽ ഈ ഒരു അതൊരു ഗ്ലൂ യൂസ് ചെയ്ത് B7000 എന്നൊരു ഗ്ലൂ ആണ്. അത് യൂസ് ചെയ്ത് നമ്മളത് അതിൻ്റെ ഒരു ലൈൻ അനുസരിച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത്. ലൈൻ ഓൾറെഡി അതിലുണ്ട്, ആ ഒരു ബോട്ടിലിൽ ലൈൻ. അതുപോലത്തെ ബോട്ടിലുകളാണ് നമ്മൾ കാണുന്ന ഒട്ടുമുക്കാലും. നല്ല അതായത് ഡയമണ്ട് ഷേപ്പോടുകൂടിയുള്ള ഡിസൈനോടുകൂടിയുള്ള ഒരുപാട് ബോട്ടിൽസുകൾ ഇങ്ങനെ വഴിയരികിൽ മിനറൽ വാട്ടർ കുടിച്ചതിന് ശേഷം എടുത്ത് എറിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കുറേ ഞാനിങ്ങനെ ശേഖരിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല ഷേപ്പോടുകൂടി തന്നെയുള്ള ബോട്ടിൽസുകളാണ്. ഇത് കണ്ടില്ലേ, സ്ട്രെയിറ്റായിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരുപാട് നമ്മൾ പല ഷേപ്പിൽ ചെയ്ത് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്കതിന് കളർ കൊടുത്തും ഡിസൈൻ ചെയ്തും അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് നമുക്കത് നമ്മുടെ വീടുകളിൽ വെക്കാം. ഫ്ലവർ വാങ്ങി വെക്കുകയോ അല്ലെങ്കിൽ ഫ്ലവർ ചെയ്ത് വെക്കുകയോ, സിമ്പിളായിട്ടുള്ള പേപ്പർ ഫ്ലവറൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് വയ്ക്കാം. അതെല്ലാം ഇതിലെ വീഡിയോസിലുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ ഒരുപാട് പോട്ടുകൾ കുട്ടികളെ കൊണ്ട് ചെയ്തെടുപ്പിക്കാവുന്നതേ ഉള്ളൂ.
മനോഹരങ്ങളായിട്ടുള്ള പോട്ടുകൾ നമുക്ക് തന്നെ ഡെക്കറേറ്റ്. മിറർ വർക്ക് ഒരുപാട് ഭംഗിയുള്ളൊരു വർക്ക് തന്നെയാണ് മിറർ വർക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാ വർക്കുകളും ഇഷ്ടമാണ്. പക്ഷേ ഒരുപാട് നല്ല എന്താ പറയുക, നല്ലൊരു എടുപ്പ് വരത്തക്ക വിധത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മിറർ വർക്ക് തന്നെയാണ്. കണ്ടില്ലേ, ലൈനായിട്ട് നമുക്കത് ഓൾറെഡി ലൈൻ ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു കറക്റ്റ് ലൈനിൽ കൂടെ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഡയമണ്ട് ഡിസൈനോടുകൂടിയുള്ള ഒരുപാട് ബോട്ടിൽസുകൾ പുറത്ത് കിടപ്പുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മിനറൽ വാട്ടർ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ അത് ഇതുപോലെ ചെയ്തെടുക്കാം. ഒരുപാട് പോട്ടുകൾ നമ്മൾ ഷോക്കേസുകളിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. വെറും പോട്ടായിട്ട് തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് കണ്ടില്ലേ, അത് ചെയ്തപ്പോൾ തന്നെ നമ്മൾ അത് ചെയ്തെന്ന് പോലും തോന്നില്ല, അത്രയ്ക്ക് ഭംഗിയില്ല. ആ ഒരു മിറർ വർക്കിൻ്റെ ഒരു എടുപ്പാണത്. പ്ലാസ്റ്റിക് ബോട്ടിലാണെന്ന് കൂടി പറയത്തില്ല, ആ രീതിയിലാണ് നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇതാ കണ്ടില്ല, ആ ഒരു ഗ്ലൂ കൊണ്ട് ഡിസൈൻ ചെയ്ത് നമുക്ക് ഗോൾഡൻ ഗ്ലിറ്റേർഡ് പൗഡർ നമുക്ക് പ്രത്യേകം വാങ്ങിക്കാൻ കിട്ടും സ്റ്റോറുകളിൽ. ഗോൾഡൻ മാത്രമല്ല, പല കളറിൽ ഗ്ലിറ്റേർഡും കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തനിയെ നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്ത് നമ്മുടെ വീടുകളിൽ ഇപ്പം താഴെ അറ്റം വരെ നമുക്ക് ഇതുപോലെ മിറർ വർക്കാണ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും. ആ റൗണ്ട് ഷേപ്പിനാണെങ്കിൽ ആ റൗണ്ട് പല ഷേപ്പിൽ മിറർ നമുക്ക് കിട്ടും. ഇതിപ്പം ഡയമണ്ട് ഷേപ്പാണ്, അതിൽ റൗണ്ട് കിട്ടും, സ്ക്വയർ കിട്ടും, അങ്ങനെ പല ഷേപ്പിൽ അത് കംപ്ലീറ്റ് ചെയ്യാമെങ്കിൽ ഒത്തിരി കൂടെ ഭംഗിയായിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ അത് അത്രയും കവർ ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ കംപ്ലീറ്റ് ഞാനത് ഗ്ലിറ്റേർഡ് കണ്ടില്ല, ഗ്ലിറ്റേർഡ് കൊണ്ട് സ്പോഞ്ച് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ വലുതായിട്ട് പറ്റാത്ത രീതിയിൽ സ്പോഞ്ച് കൊണ്ട് ആ ഒരു കംപ്ലീറ്റ് ഗോൾഡൻ ഗ്ലിറ്റേർഡാണ് അത്. കണ്ടില്ലേ, ആ ഒരു ഗ്ലൂ യൂസ് ചെയ്താൽ ആ ഗ്ലൂ എടുത്തെല്ലാം കംപ്ലീറ്റ് ഇത് ഒട്ടിയിരിക്കും. അത് ആദ്യമേ നമ്മൾ ഗ്ലൂ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പം നമുക്ക് മനസ്സിൽ തോന്നുന്ന കണക്ക് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്താലും മനോഹരമായിരിക്കും എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്താലും വളരെ മനോഹരമായിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. കണ്ടില്ലേ, എന്ത് ഭംഗിയാണ്. വെറും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ചെയിനാണ്. അതായത് കണ്ടില്ലേ, ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്, ഇത് ഓർണമെൻറ്റ് മേക്കിങ്ങിൻ്റെ ചെയിനാണ്. അതും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 1 മീറ്ററിന് 30 റുപ്പീസ് എങ്ങാണ്ടേ ഉള്ളൂ. എനിക്കൊന്ന് അത്ര വരത്തുള്ളൂ. അപ്പോൾ അത് വാങ്ങിച്ച് വയ്ക്കാൻ നമുക്ക് ഓർണമെൻറ്റ് മേക്കിങ്ങും ചെയ്യാം, അതുപോലെ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം മനോഹരമായിട്ട്. നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗവും സെൻറ്റർ ഭാഗവും അതുപോലെ തന്നെ താഴത്തെ ഭാഗവും നമ്മൾ ആ ഒരു ചെയിൻ കൊണ്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് മനോഹരമാക്കി